അല്ല, മോനെ ഇതിനു മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. മോനെ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരേന്നാ. എന്താ ഈ നാട്ടില്? ഞാൻ എന്റെ അനിയനെ അന്വേഷിച്ചു വന്നതാ. മോന്റെ അനിയൻ ഈ നാട്ടിലാണോ താമസം? എന്താ അവന്റെ പേര്? അവന്റെ പേര് ടിങ്കു. ഒരു 10 ദിവസം മുമ്പ് കുറച്ച് ആളുകൾ ചേർന്ന് അവനെ തട്ടിക്കൊണ്ടുപോയി. അവന്റെ കയ്യിലുള്ള മാന്ത്രിക മൊബൈലിന്റെ രഹസ്യം അറിയാനാ. മാന്ത്രിക മൊബൈലോ? അതെ, പക്ഷെ ആ മാന്ത്രിക മൊബൈലിന്റെ രഹസ്യം ഈ ലോകത്ത് എനിക്ക് മാത്രമേ അറിയൂ. അവർ ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവനെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പൊ പിടികിട്ടി. ഒരു കറുത്ത വാനില് 3-4 തടിമാടന്മാര് ഒരു കുട്ടിയെ കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവര് ടൗണിലേക്ക് പോയി എന്നാണല്ലോ കേട്ടത്. അവരവനെ ഈ ലോകത്തിന്റെ ഏതു കോണിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ രക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം. അല്ല, മോൻ പേര് പറഞ്ഞില്ല. മൈ നെയിം ഈസ് ടിൻഡു. മാന്ത്രിക മൊബൈലിന്റെ രഹസ്യം അറിയാൻ ഇനി എന്താ ഒരു മാർഗം? ആ ചെക്കനാണെങ്കിൽ ഇടിച്ചിട്ടും കുത്തിയിട്ടും കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇനിയൊരു പക്ഷേ അവൻ ഊമയായിരിക്കും. ഇടോ മണ്ടത്തരം പറയാതെ. ഊമയാണെങ്കിൽ അവനത് ആദ്യമേ പറയില്ലേ? ഇങ്ങനെ തല്ലുകൊള്ളാൻ നിൽക്കുവോ? ഓ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. ഓ സ്റ്റോപ്പ് ഇറ്റ്. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താണോ വണ്ടി നിർത്തിയത്? അല്ല, ബോസല്ലേ പറഞ്ഞത് വണ്ടി നിർത്താൻ. അത് വണ്ടി നിർത്താനല്ല പറഞ്ഞത്. നിന്നോടൊക്കെ വണ്ടി എടുക്കണോ? ബോസ്, ഒരു ജീപ്പ് കുറെ നേരമായി നമ്മളെ തന്നെ ഫോളോ ചെയ്യുന്നു. എന്നാലൊന്ന് വേഗം വിട്. ബോസ്, ഇപ്പോഴാ വണ്ടി പുറകിലില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ വണ്ടി നമ്മളെ റേപ്പ് ചെയ്തതല്ലാന്ന്. റേപ്പല്ല, ചേസ്. ഈ ഡോർ ശരിക്കും അടഞ്ഞിട്ടില്ല. പേടിച്ചുപോയി. അതെ അതെ, ഞാനും ശരിക്കങ്ങ് പേടിച്ചുപോയി. അയ്യേ, ഇതെന്താ? അത് പിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് പിന്നെ ഈ മൂത്രത്തിൽ കല്ലുള്ളതാണ്. ഓ, കല്ല്. ആ കല്ലായിരിക്കും ഈ താഴെ കാണുന്നത്. ഇങ്ങനെയൊരു പേടിത്തൊണ്ടൻ നീയൊക്കെ എങ്ങനെ ഗുണ്ടയായി ജനിച്ചു? എന്തായാലും ഇവിടെ നിൽക്ക്. ഇത് പുത്തൻ വണ്ടിയാ. ഇതിൽ കേറിയ സീറ്റ് നാശമാകും. പാന്റൊക്കെ മാറ്റിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് സാവകാശം അങ്ങോട്ട് എത്തിയാ മതി കേട്ടോ. വണ്ടി എടുക്ക്. കയ്യിലാണെ 10 പൈസ ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു ലിഫ്റ്റ് തരുമോ? ഓ, അതിനെന്താ, കേറിക്കോ. കയ്യിൽ കാശില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ വെറുതെ ഒരു രസത്തിന്, ജസ്റ്റ് ഫോർ എ ട്രബിൾ. ചേട്ടനാ വാനിൽ വന്ന ആളല്ലേ, പിന്നെന്തിനാ ഇവിടെ ഇറങ്ങിയത്? അത് പിന്നെ ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങിയതാ.
തിരിച്ചു വന്നപ്പോഴേക്കും അവരങ്ങ് പോയി. ചേട്ടൻ എവിടേക്കാ പോവേണ്ടത്? എനിക്ക് ആ മെയിൻ റോഡിനടുത്ത് ഇറങ്ങിയാ മതി. അവിടെയാ ഞങ്ങളുടെ താവളം. താവളമോ? സോറി, പരിചയപ്പെടാൻ മറന്നു. ബൈ ബൈ, എന്റെ പേര് ബിനു. ഗുണ്ട ബിനു എന്ന് പറഞ്ഞ എല്ലാരും അറിയും. ഗുണ്ട ബിനു? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരെ പരിചയപ്പെടുന്നത്. ഇത് എന്നെ കുറിച്ച് ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു പരസ്യമാണ്. വേണമെങ്കിലൊന്ന് കേട്ടോളൂ. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. അടി, പിടി, വെട്ട്, കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. ഉത്സവപ്പറമ്പുകൾ വെച്ചുള്ള അടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. ഉത്സവം പ്രമാണിച്ച് കൂലിത്തല്ലിനോടനുബന്ധിച്ചുള്ള കുളിച്ചുതറി തികച്ചും നന്നായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ആ സീഡി വേണമെങ്കിൽ കൈ വെച്ചോ. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. മൈ ഫോൺ നമ്പർ 2255. ഓക്കെ. പിന്നെ ആ കാണുന്ന കുന്നിന്റെ മുകളിലാണ് ഞങ്ങളുടെ താവളം. ഒഴിവ് കിട്ടുമ്പോ അവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങ. അപ്പൊ ഇവിടെ എവിടെങ്കിലും ആവും അവന്മാര് ടിങ്കുവിനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അകത്തേക്ക് കേറാൻ എന്താണൊരു മാർഗം? കരുതിയത് അയ്യോ, എന്നെ കൊല്ലല്ലേ, ഞാൻ ടിന്റു മോനാണേ. എന്താ മോനെ, എന്താ, എന്തു പറ്റി? ഞാനിപ്പോ എവിടെയാ? അന്റാർട്ടിക്കയിൽ. നിനക്കിതെന്തു പറ്റിയടാ? നീ വല്ല സ്വപ്നവും കണ്ടോ? അത് പിന്നെ ഞാനൊരു ആക്ഷൻ സിനിമയിലെ നായകനായെന്ന് സങ്കല്പിച്ചതാ, പക്ഷെ ചീറ്റിപ്പോയി. നിനക്കതിന് ആക്ഷൻ ഒന്നും ചേരില്ല, കോമഡിയേ പറ്റൂ. കാരണം നീ ടിന്റുമോനാ. യാമമീയാമം നീ എന്നും എൻ പ്രേമം ആട്ടി ഊഞ്ഞാലാട്ടി നീ എൻ തമ്പുരാട്ടി. ദൈവമേ, ഇവന് വട്ടായോ? മോഹമീ മോഹം നീ എൻ പുണ്യാഹം യക്ഷി മീനാക്ഷി നീ എൻ മധുരാക്ഷി. ഓ, ഇതെന്ത് പാട്ടായത്? കേട്ടിട്ട് പേടിയാവുന്നു. ഡാ ടിന്റു, എന്താടാ ഇത്? അച്ഛാ, ഞാനിപ്പോ വെറും ടിന്റു അല്ല, ടിന്റു പണ്ഡിറ്റ്. ഡയറക്ടർ ഫ്രം പ്രൊഡ്യൂസർ. കഥാ, തിരക്കഥാ, സംഭാഷണം, രചന, സംഗീതം, സ്റ്റണ്ട്, ബാക്കി എല്ലാ കൊണ്ടാവണ്ടിയും ഈ ഞാൻ തന്നെ. ഭയങ്കരം തന്നെ. എല്ലാം നീ ഒറ്റയ്ക്കോ?
അതെ, ഞാൻ മാത്രം, ക്യാമറ ഒഴിച്ച്. അതെന്താ ക്യാമറ മാത്രം ഒഴിവാക്കിയത്? പിന്നെ എങ്ങനെ ഞാൻ നായകനായിട്ട് അഭിനയിക്കും? ഓഹോ, ഹീറോയും നീ തന്നെയാണോ? അത്രയും വേണോ? എല്ലാം ഈ ഞാൻ മാത്രം. സിനിമ കാണാനും നീ മാത്രമേ കാണൂ. അച്ഛനറിയില്ല, ഞാനേ യൂട്യൂബില് സൂപ്പർ സ്റ്റാറാ. ഓ, ഒരു യൂട്യൂബ്. എടാ, എല്ലാ ചപ്പു ചവറ് വീഡിയോയും കൊണ്ടിടുന്ന സ്ഥലല്ലേ? കളിയാക്കൊന്നും വേണ്ട. ഇപ്പൊ കേരളം മുഴുവൻ പണ്ഡിറ്റ് തരംഗവാ. ആരാടാ ഈ പണ്ഡിറ്റ്? ചുമ്മാ ഒരു വെയിറ്റിന് ഇട്ടതാ. അത് പോട്ടെ, എന്റെ നായിക ആരാ എന്നറിയോ? ഡുണ്ടുമോളായിരിക്കും. കറക്റ്റ്. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവാ. ലൊക്കേഷൻ നോക്കാൻ പോണം. നിന്നെ അവന്റെ കൂടെ അഭിനയിപ്പിക്കുന്ന പ്രശ്നമില്ല. അയ്യോ, അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. അവനിങ്ങ് വരട്ടെ. അവൻ വരുന്നു. എന്താ പണ്ഡിറ്റ് മോനെ? ഡുണ്ടു എവിടെ? പെട്ടെന്ന് വിളിക്ക്. അവളിവിടെ ഇല്ല. അവള് അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് പോയതാ. ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരൂ. പണ്ഡിറ്റ് ചെല്ല്. പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ ഇനി പോകുമ്പോ ജനലിനടുത്ത് വെച്ച അവളുടെ തലകൂടി കൊണ്ടുപോവാൻ പറയണം. തലയില്ലാതെ അവളെ കാണാൻ ഭയങ്കര ബോറാ. എടാ കാന്താരി, നിനക്ക് എത്ര വയസ്സായി? എന്താ സാറേ ഇത്? ഇതിനാണോ കൈ കാണിച്ചു നിർത്തിയത്? ഹയ്യേ, ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാ ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ 10 വയസ്സെന്ന്. ഇറങ്ങി വാടാ. ലൈസൻസ് കൈകൊണ്ട് തൊടാനുള്ള പ്രായമായില്ലല്ലോടാ. അതിനു മുമ്പേ വണ്ടി ഓടിച്ചു തുടങ്ങിയോ? ലൈസൻസിന് ഞാനും അപേക്ഷിച്ചതാ സാറേ. 18 വയസ്സ് തികഞ്ഞാലേ തരാൻ പറ്റൂന്നാ പറഞ്ഞത്. എന്നാ പോട്ടെ. എടാ, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞു? ലൈസൻസ് ഇല്ലാണ്ട് ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കണ്ടല്ലോ. സാറ് കണ്ടില്ലേ? അതൊക്കെ ചുമ്മാ ഓരോരുത്തര് പറഞ്ഞുണ്ടാക്കുന്നതാ സാറേ. വിളയാതടാ, ഫൈൻ അടയ്ക്കണം. ദൈവമേ, കുഴഞ്ഞോ? അടവ് മാറ്റിയേക്കാം. സാറേ, സത്യമായിട്ടും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഞാൻ പഠിക്കുക സാറേ. പഠിക്കാൻ ലൈസൻസ് വേണ്ടല്ലോ. കരയാതടാ കൊച്ചനെ. അതെ, പഠിക്കുകയാണെങ്കിൽ എല്ല് വെച്ച് വേണം ഓടിക്കാൻ, മനസ്സിലായോ? ശരി സാറേ, ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം. ഞാൻ പോട്ടെ സാറേ. തൽക്കാലം പോയിക്കോ. എടാ റാസ്കൽ, നിന്നോടല്ലടാ പറഞ്ഞത് എല്ല് വെച്ച് ഓടിക്കണമെന്ന്. ഈ സാറിനെന്താ കണ്ണു കാണില്ലേ? എല്ലല്ലേ സാറേ പുറകിൽ വെച്ച് കെട്ടിയിരിക്കുന്നേ. ഈ നീർക്കോലിയെ പിടിച്ച് ജീപ്പിലിട്. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവന്റെ എല്ല് പൊടിയാക്കണം. ഇന്ന് നിന്റെ എല്ല് പൊടിയാക്കും മോനെ. അതെന്താ, പോലീസ് സ്റ്റേഷനിൽ വളത്തിന്റെ ഏർപ്പാടുണ്ടോ? സാറേ, സ്റ്റേഷനിലെത്തിയ 1 കിലോ ചാള തരണം. ചാളയോ? സ്റ്റേഷനിലോ? എന്തു പറഞ്ഞടാ റാസ്കൽ? ഇയാളെന്തിനാ ചൂടാവുന്നേ? ഇന്ന് പത്രത്തിൽ കണ്ടല്ലോ, പോലീസ് കേരളം മുഴുവൻ വല വീശിയിട്ടുണ്ടെന്ന്. സലാൻസ്, അടുത്ത ആഴ്ചയാ സ്കൂളിലെ കലാപരിപാടികൾ തുടങ്ങുന്നത്. എല്ലാവരും പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയോ? എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ ഗ്രീൻ ഹൗസ് ഇത്തവണയും ജയിക്കും സാർ. എടാ ദീപു, കേട്ടില്ലേ? ഇത്തവണ നമ്മൾ റെഡ് ഹൗസ് എങ്ങനെയെങ്കിലും ജയിക്കണം. അവളുടെ അഹങ്കാരം ഒന്ന് തീർക്കണം. ഇത്തവണ അവളെ നമുക്ക് ഒതുക്കണം. അവളുടെ ഒരു ജോട. എന്താ അവിടെ ഒരു ബഹളം? എന്താ ടിൻഡോ, ഇത്തവണ എന്തിനൊക്കെയാ പേര് കൊടുക്കുന്നേ? എല്ലാത്തിനും ഉണ്ട് മാഷേ. ഇത്തവണ ചിലതൊക്കെ നടക്കും. ഗുഡ്. ആദ്യമായി നടക്കുന്നത് പെയിന്റിംഗ് മത്സരമാണ്. നോക്കിക്കോടാ, ഇതിൽ അവളെ ഞാൻ തറ പറ്റിക്കും. പെയിന്റിങ്ങിൽ അവളെ തറ പറ്റിക്കണെങ്കിലേ റോഡില് പഴത്തൊലി ഇടേണ്ടി വരും. എടോ, നീ അവളുടെ വര കണ്ടിട്ടുണ്ടോ? അടിപൊളിയോ? വരട്ടെ. എന്താടാ ഇത്ര ആലോചന? അവളെ പെയിന്റിങ്ങിൽ എങ്ങനെയാ പൊട്ടിക്കാന്ന് ആലോചിക്കാടാ. എന്തിനാടാ ചുമ്മാ സ്വപ്നം കാണുന്നേ? ആഹാ, അത്രക്കായോ? ഞാൻ പ്രഖ്യാപിക്കുന്നു, പെയിന്റിംഗ് മത്സരത്തിൽ ഡുണ്ടുവിനെ മൂക്ക് കുത്തിച്ചില്ലെങ്കിൽ എന്റെ പകുതി മീശ, സോറി മുടി ഞാൻ വടിക്കും. കാവിലമ്മയാണേ. ഇത് സത്യം, സത്യം, സത്യം. വേണമായിരുന്നോ ഈ പ്രഖ്യാപനം?
ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാടാ. പെയിന്റിംഗ് മത്സരത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. 1ാം സ്ഥാനം ഡുണ്ടുമോൾ ടി, 2ാം സ്ഥാനം ടിൻഡിമോൻ പി. ടിൻഡു എവിടെയാടോ? ആ, അവനെ കുറെ നേരമായിട്ട് കാണുന്നില്ല. നാട് വിട്ടോ? വല്ല ബാർബർ ഷോപ്പിലും കാണും. പകുതി മുടിയായി ഇപ്പൊ വരും. എടാ, ഇത് ശരിയല്ല. നീ നിന്റെ വാക്ക് പാലിക്കണം. പാലിച്ചല്ലോ. അതിന് നീ മുടി അടിച്ചില്ലല്ലോ. ഞാൻ എന്താ ഇന്നലെ പറഞ്ഞത്? ഓർമ്മയുണ്ടോ എന്റെ വാക്കോ? ഞാൻ നാളെ ഡുണ്ടുമോളെ മൂക്ക് കുത്തിക്കും അല്ലേ? ദേ നോക്കോ. അവസാനം ഡുണ്ടുമോളൊന്ന് മൂക്ക് കുത്തി.